അടിപൊളിയായിരുന്നടാ. താങ്ക് യു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഡെഡിക്കേഷൻ റൗണ്ടിൽ ആരും എന്താ ഈ ഒരു സോങ് എടുക്കാത്തേന്ന്. അപ്പൊ ഇന്നൂടെ പറഞ്ഞോളൂ. കറക്റ്റ് നിവേദ് ഇതാണ് നിവേദിന്റെ അനിയത്തി ട്ടോ. ഹായ് പറ എല്ലാരോടും. എന്താ മോളുടെ പേര്? നവമി. നവമി. എന്താ പൊന്നിനെ വീട്ടിൽ വിളിക്കണേ? ലച്ചു എന്താ അധികം വർത്താനം പറയില്ലേ? വർത്താനം പറയില്ല, പാട്ട് പാടും. പാട്ട് പാടും. രണ്ടുപേരും ലച്ചു പാടുവോ എല്ലാവർക്കും വേണ്ടി? മക്കളെ പാടിയേ. പാടിക്കാം മോളെ. മന്ത്രത്താൽ പായുന്ന കുതിരയ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പിവാ തുമ്പത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളെയായത്തിൽ തൊട്ടേ വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായുഞ്ഞാലിടാം. സൂപ്പർ. ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ബെസ്റ്റ് പെർഫോമൻസ്. നീ പൊക്കോ. അടിപൊളിയായിട്ട് പാടി മക്കളെ. മോളെ അടിപൊളി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ഈ നിവേദ ചേട്ട കുറുമ്പനാണോ? കൊച്ചു കുറുമ്പനാന്ന് പേടിപ്പിച്ച് വെച്ചേക്കും അവൻ. അതെ, നമ്മളെ വരെ നോക്കി പേടിപ്പിച്ച് വെച്ചേക്കും. അപ്പൊ പിന്നെ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ. ഇന്ന് നോക്കിയില്ലല്ലോ. എടാ കള്ള, നീ അവിടുന്ന് നോക്കുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ നോക്കിട്ട് ഇന്നസെന്റ് സാറൊക്കെ ചില സിനിമയില് ഇങ്ങനെ പിന്നെ പാറു ആദ്യമൊക്കെ കൊറേ കഷ്ടപ്പെട്ടു കുഞ്ഞ്. കാര്യം ഇങ്ങോട്ട് ഞങ്ങളെ നോക്കി അവന് ശീലമുള്ളത്. പണ്ട് ഈ അനിയത്തി കുട്ടിയെ നോക്കിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ അവൻ തുറന്നത് എന്തൊക്കെയാലും കൊള്ളാൻ മോനെ. നൈസ്. നിവേദ്, എന്തുകൊണ്ടാണ് ഡെഡിക്കേഷൻ റൗണ്ടില് ലച്ചുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു? അനിയത്തിനാണ് ഏറ്റവും വലിയ ഇഷ്ടം. അനിയത്തിനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അമ്മ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഈ പാട്ട് പാടി കൊടുക്കണ്ടായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ പണ്ട് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് താഴത്തെ ഫ്ലോറില് ഒരു ജനനി എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. നല്ല ചബ്ബി ചീക്സ് ഒക്കെ ഉള്ളേ. അതുപോലത്തെ ഒരു വാവിനെ വേണമെന്ന്. അതുപോലെ ചബ്ബി ചിക്സ് ഉള്ളൊരു വാവനെ കിട്ടി. എന്തിനാ മോളെ ഇത് ചെള്ളക്ക് പിടിക്കാനാ? അല്ല, എനിക്ക് അങ്ങനെ ഇതുള്ളൊരു ഇഷ്ടാ. ചെല്ലടാ, ഓടിപ്പോ വേണേ പിടിച്ചോ മോനെ. രക്തം വരണം കേട്ടോ. ഓടിച്ചല്ലേ. ഓക്കെ, നമുക്ക് ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ഹരിച്ചേട്ടാ, നല്ല സെലക്ഷൻ. താങ്ക് യു സാർ. ഒരു നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു. അനിയത്തി കുട്ടിക്ക് പറ്റിയ സോങ് ഡെഡിക്കേറ്റ് ചെയ്തു നിവേദ് കേട്ടോ. നല്ല സോങ് ആയിരുന്നു. മോനത് ഒരുവിധം നന്നായിട്ട് പാടി. യു ആർ വെരി ടാലന്റഡ്. എന്നുവെച്ചാൽ അറിയാം നിവേദിന് എന്തൊക്കെയാ പാടേണ്ടതെന്നും നിവേദ് ഏതൊക്കെ നോട്ട്സ് ആണ് പാടുന്നതെന്നൊക്കെ നിവേദിന് നല്ലതായിട്ട് സ്വന്തമായിട്ട് അറിയാം. പക്ഷെ ചെറിയൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ബിഗിനിങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ആ മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ അത് തൊട്ട് ആ ടോപ്പിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു. മഞ്ഞുനീർ തുള്ളി പോൽ ഒന്ന് പാടാമോ? മഞ്ഞുനീർ തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. എക്സ്പ്രഷൻസ് ഒക്കെ കൊള്ളാടാ. പക്ഷെ ചില സ്ഥലത്തൊരു സ്ട്രെയിൻ ഉണ്ട്. നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ ആ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, ഒരു സ്ട്രഗിൾ, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പൊ കാർത്തിക നാൾ അതും കൂടി ഒന്ന് പാടാവോ? കാർത്തിക നാൾ രാത്രിയിലൻ. അതൊരു കണക്ഷൻ ഇല്ല അവിടെ. ദാസാർ അങ്ങനെയല്ല പാടിക്കുന്നത്. കാർത്തിക നാൾ രാത്രിയിലൻ. കാർത്തിക നാൾ
രാത്രിയിലെന്തോ ബ്രത്താണോ ബ്രത്ത് എടുക്കാൻ പറ്റും? ആ അതെ, ഒരു ബ്രത്ത് അവിടെ എന്തോ ഒരു സ്ട്രഗിൾ ഉണ്ട്. അതുപോലെ രാത്രിയിലെന്താ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ലൈൻ. കൈക്കുമ്പിളിൽ വീണമുത്തേ. അവിടെയൊക്കെ മോനെ പാടുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ട്, ഒരുപാട് പാടണ്ട മോൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കുള്ളൊരു എന്നുമീ നല്ല രസമായിരുന്നു. അനുപല്ലവി കഴിഞ്ഞിട്ട് കിടുക്കാച്ചിയായിരുന്നു അത്. ഏട്ടൻ അവിടെ ഒരു സംഗതി പാടി. എന്നുമേ. ആ നൈസ്, അത് നല്ല രസമായിരുന്നു. ടേക്കിൽ അടിപൊളിയായിരുന്നു. ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. Beautiful ആണ്. താങ്ക് യു സർ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ വെരി എൻഡില് എന്നുമീ അതൊന്ന് പാടാവോ? എന്നുമേ ഏട്ടന്റെ ചിങ്കാരി. ഒരു സംഗതി ഇല്ലേ, ലാസ്റ്റ് പല്ലവി ഒന്ന് പാടാവോ? വെണ്ണിലാ കൊമ്പിലെ രാപ്പാടി. ആ അവിടെ മോനെ രാപ്പാടി ദാരേ രേ ഡേ. വെണ്ണീല കൊമ്പിലെ രാപ്പാടി ദാ ഡേ. താ താ. ഡേ. ഇപ്പൊ മോൻ പാടുന്ന ടീ എന്നാ പാടുന്നത്. ഒരു നോട്ടും കൂടിയുണ്ട്. തേ താ താ. അത് മോൻ പോയെന്ന് റെഫർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ലൈൻ. എന്നുമേ ഏട്ടന്റെ ചിങ്കാരി. മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോമൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരോ. ആ കണ്ണീരുമാണ് ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്. കണ്ണീരോ. ആ അത് മോൻ ആ ലാൻഡിങ് ഒന്നും കിട്ടിയില്ല ടേക്കില്. ആ കണ്ണീരോ. പല വേർഷൻസും ഉണ്ട് ഈ പാട്ടിന്റെ, പക്ഷെ ദാസാറിന്റെ ഒരു വേർഷൻ വരുമ്പോ നമുക്കത് ശരിക്കും ഉള്ളിൽ കയറും. അത്രയും ഒന്നും പറയാനില്ല, ഞാനൊന്നും പറയാൻ ആരുമല്ല. അപ്പം മോനെ സൂപ്പറായിട്ട് പാടി. താങ്ക് യു ഈ സർ. ഒരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു പ്രശ്നം കേട്ടോ. ഈ സ്ട്രെയിൻ ആയിരുന്നു മെയിൻ ഇന്നത്തെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നി. ബാക്കി ഞാൻ ഓവർ പ്രാക്ടീസ് ഒന്നും ചെയ്തില്ല, ആ അതെന്താ അറിയില്ല. വോയിസ് ചേഞ്ചിങ് ആവും ചിലപ്പോ. ആയിരിക്കാം. അപ്പൊ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഈ ടോപ്പിലേക്ക് പോകുമ്പോ കേട്ടോ. ആ ബാക്കിയൊക്കെ നന്നായിട്ട് പാടി, നല്ല മൊമെന്റ്സ് ആയിരുന്നു, രസമായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാനിക്ക നിവേദ് എന്തോ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. എനിക്കും ആ സ്ട്രെയിൻ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. അത് കാരണം ഒരു പുഷ്, ഒരു എക്സ്ട്രാ പുഷ് ഓരോരോ വരികൾക്കും കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് ആവശ്യമില്ലാത്ത പോലെ. പിന്നെ നിവേദ് തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ വോയിസ് ചേഞ്ചിങ്ങിൻ്റെതാവാം. ചിലപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് നിവേദ് ഇത് പാടുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഫ്ലോലെസ്, കുറച്ചുകൂടെ ഈസി ആയിട്ട് പാടാൻ പറ്റുമായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പാട്ടിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ കംപ്ലീറ്റ് ഈ ചെറുതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒറ്റ പെങ്ങളേ ഉള്ളൂ. എനിക്കൊരു പെങ്ങള്. സ്വന്തം അനിയത്തിയാണോ? എടേ എന്തോന്നല്ലേ ഇവന് അയലത്തുള്ളവരുടെ പെൺകുട്ടികളൊക്കെ ഇദ്ദേഹത്തിന് അനിയത്തിയാവും. അല്ല കസിനും ഉണ്ടാവില്ലേ? അല്ല കസിനല്ല, കൂടെ ഫ്രണ്ടിനെടുത്താണ്. പിന്നെ ഒരു അനിയൻ. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും നടുക്ക് ഉള്ള ഒരാളാണ് എൻ്റെ പെങ്ങള്. അപ്പം എന്താ പറയാ, നമ്മുടെ ആസ് എ ഫാമിലി നമ്മുടെ ലൈഫ് മാറ്റിയ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്ററാണ്. അപ്പം അങ്ങനെ അവളുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പെട്ടെന്ന് ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു. അവള് പിന്നെ നമ്മളെല്ലാം ഒരേ സ്കൂളിലായിരുന്നു. പിന്നെ അവളുടെ കല്യാണം, അവൾക്ക് കുട്ടികളുണ്ടാവുന്നത്, ഇതൊക്കെ ഇങ്ങനെ വന്നു. അപ്പം ആദ്യം തന്നെ താങ്ക് യു എടാ, ഈ ഒരു പാട്ട് ചൂസ് ചെയ്തതിന്. കുറേ മെമ്മറീസിലേക്ക് പോയി. നമ്മൾ തലശ്ശേരിയിലായിരുന്ന സമയത്ത് അവിടുന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ആവാൻ കാരണം എൻ്റെ സിസ്റ്ററായിരുന്നു. കാരണം അവൾക്ക് MBBS സീറ്റ് കിട്ടിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല, എൻ്റെ കൂടെ എല്ലാവരും വേണം. അപ്പം അങ്ങനെ എനിക്ക് പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ എവിടെ വെച്ച് കഴിഞ്ഞാലും എനിക്ക് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് മാറുന്നത്. പിന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത് കോഴിക്കോട് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് അവളുടെ കോഴ്സ് കഴിയുമ്പോൾ തിരിച്ച് തലശ്ശേരിക്ക് പോകാമെന്നായിരുന്നു. പക്ഷെ കോഴിക്കോട് എത്തിയപ്പോഴേക്കും ആർക്കും പിന്നെ തലശ്ശേരിയിലേക്ക് പോകണ്ട. അപ്പം പിന്നെ നമ്മൾ തലശ്ശേരിയിലെ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് കോഴിക്കോട് തന്നെ ഒരു വീടെടുത്ത് കോഴിക്കോട്ടുകാരായി മാറി നമ്മൾ. അപ്പം അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ട്രെയിനിന് തലശ്ശേരിയിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി.
ഞാൻ ഫസ്റ്റ് സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്, ഓറിഗ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ. മോനെ എൻ്റെ സാലറി എത്രയായിരുന്നു എന്നറിയോ? ഒരു മാസം 4000 രൂപ, 4000 rupees. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സാലറി. അപ്പോൾ ആ സാലറിക്കായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ അത് വിട്ടു, സ്വന്തമായിട്ട് കോഴിക്കോട് നിന്ന് തന്നെ ആഡ് ഫിലിംസ് വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ ഏൺ ചെയ്യാൻ തുടങ്ങി. തലശ്ശേരിയിൽ നിന്ന് ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പം അങ്ങനെ ആ ഒരു ഫുൾ ജേണി എനിക്ക് ഈ പാട്ടിലൂടെ എനിക്ക് വന്നു. കാരണം എൻ്റെ സിസ്റ്റർ ഷെറി എന്നാണ് അവളുടെ പേര്. ഷെറിയാണ് ആ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലൈഫ് ഇങ്ങോട്ടേക്ക് മാറ്റി വിട്ടത്. അപ്പോൾ അതന്നെ വൺസ് അഗൈൻ താങ്ക് യു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി അത് ആ പാട്ട് വന്നപ്പോൾ. താങ്ക് യു സാർ. ബാക്കി ഇനിയിപ്പം ശരത്തേട്ടൻ പറയട്ടെ. മോനെ നല്ല ഉഗ്രം പാട്ടടാ, നല്ല എന്താ പറയുക ചക്കര പോലെ ഒരു പാട്ട് മക്കള് പാടി. അതിൽ കുറെ സന്തോഷം. ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ ഈ സിസ്റ്റർ ഉള്ളവരൊക്കെ അവരെ കുറിച്ചൊക്കെ ആലോചിക്കും. എനിക്കുണ്ട്, എനിക്കൊരു ബ്രദർ ഒരു സിസ്റ്റർ ഉണ്ട്. നമ്മൾ അതൊക്കെ ഇങ്ങനെയാണ് എൻ്റെ കുടുംബം മുഴുവൻ ആലോചിച്ചു. ഞാൻ നല്ല പാട്ട് ഈ കുഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുഴുവൻ റിലേയും പോയി കേട്ടോ. പിന്നെ നമ്മൾ അവളെ നോക്കി ഇരിക്കുക. കൊച്ചാണെങ്കിൽ അന്തപ്പെട്ട് ഞങ്ങളുടെ അതേ സ്ഥിതിയിലാ കൊച്ചും അന്തപ്പെട്ട് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ എന്തൊക്കെയായാലും മൊത്തത്തിൽ നല്ലതായിരുന്നു. മോൻ ഈ സ്ട്രെയിന് എനിക്ക് തോന്നുന്നത് ഈ വോയിസ് ചേഞ്ച് ആവാൻ പോകുന്നതിൻ്റെ മോനെ. അതുകൊണ്ടാണ് നീ ഓവർ ഈ പുഷ് കൊടുത്തില്ല, നിനക്ക് ശബ്ദം വരത്തില്ല. അപ്പൊ ഈ പുഷ് ചെയ്യുമ്പോൾ അതിന് ആ സുഖവും അങ്ങ് പോകും കേട്ടോ. ഇതൊരു കൂളായിട്ട് പാടല്ലേ മോനെ, ശരിയാവും. അതൊക്കെ അങ്ങ് ശരിയാവും. സ്റ്റേജ് ആയത് നല്ല മധുരമായിട്ടുള്ള ശബ്ദം കിട്ടും. അതെ, പറ്റുമെങ്കിൽ നിവേദ ഇനിയുള്ള പാട്ടുകളൊന്നും എത്ര ഹൈ പോവാത്തത് ഒന്ന് ഇനി സെലക്ഷൻ ഒന്ന് നോക്കിയോ. പറ്റിയ വേറൊന്നുമില്ല, വേറൊന്നും പറയാനില്ല. ഈ ഒരു എന്താ പറയണ്ടേ, ഈ അനിയത്തിയായിട്ടുള്ള ആ ബന്ധം ബ്യൂട്ടിഫുൾ ആണ്. അതെപ്പോഴും എല്ലാവർക്കും അതിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഈ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഇനി മാർക്സ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചൊരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ പാടുവോ? പല്ലവി പാടാന്ന് അവൾ എന്നോട് പറയാ. അയ്യോടാ, എന്നാ പിന്നെ നീ വേഗം മാർക്സ് ചോദിക്കും. ഓക്കെ ശരത് സാർ. 8 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. യെസ് യെസ്. ആ ചേട്ടന്റെ മാർക്കൊക്കെ അവിടെ ഇട്ടു. എത്രയാ കിട്ടിയെന്നറിയോ? ഇല്ലേ? ഓ എന്ത് രസാ. ഓക്കെ, ഒന്നിച്ച് പാട്ട്. ആ കുലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ, നിലാവ് പെയ്യുമ്പോൾ പൂങ്കിനാവ് നെയ്യുന്നു, എല്ലാം മറന്നു വന്നു ഞാൻ നിന്നോടിഷ്ടം കൂടാൻ. കുലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. സൂപ്പർ. അവള് തന്നെ അന്തം വിട്ടു നോക്കാം. സൂപ്പർ ലച്ചു, സൂപ്പർ ലച്ചു, സൂപ്പർ. താങ്ക് യു. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പാട്ടും അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. ഒരു ഓൾ ദി ബെസ്റ്റ് ലച്ചു, ടാറ്റ, ബൈ ബൈ.